ഇന്ന് ഓസോണിൻ്റെ ഒരു CCTV പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിൽ ഹിക്വിഷൻ്റെ 5MB സീരീസ് 8 ചാനൽ DVR ഉപയോഗിച്ച് 5 ക്യാമറയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൊഡക്ട്സ് ഒന്ന് പരിചയപ്പെടാം. ഇതിൽ ഫുൾ ആക്സസറീസ് നമ്മൾ ഹിക്വിഷൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് സൈറ്റിലെത്തി നമ്മൾ അൺബോക്സ് ചെയ്യുന്നതാണ്. ഇനീഷ്യലി തന്നെ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ട ബോക്സസും കാര്യങ്ങളും അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിലുള്ള വൈറ്റ് ബോക്സസാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചുമരിൽ നമ്മൾ വെക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി അതിന് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ ഹിക്വിഷൻ്റെ ഡോം ക്യാമറ ഒരെണ്ണം സിറ്റ് ഔട്ടിലോട്ട് വേണ്ടിയിട്ടാണ് ഡോം ക്യാമറ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. 5MB ആണ്. BNC കണക്ടർ നമ്മുടെ ക്യാമറ DVRുമായിട്ട് കണക്ട് ചെയ്യാൻ വീഡിയോ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന കണക്ടറാണ്. പിന്നെ DC കണക്ടർ നമ്മുടെ CCTVയിലോട്ടുള്ള പവർ നമ്മൾ എടുക്കുന്നത് DC കണക്ടർ വഴിയാണ്. 1 TB തോഷിബയുടെ ഹാർഡ് ഡിസ്ക് ആണ് ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം 3 വർഷം വാറൻറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഏറ്റവും ടോപ്പ് ബ്രാൻഡിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡ് തന്നെയാണ് തോഷിബ. പവർ സപ്ലൈ പിന്നെ നമ്മളെല്ലാവരും കോമൺലി കേരളത്തിൽ യൂസ് ചെയ്യുന്നത് ERD ആണ്. അത്യാവശ്യം ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ERD. 8 ചാനൽ പവർ സപ്ലൈ ആണ്. 5 ക്യാമറയേ ഉള്ളൂ. പക്ഷേ നമുക്ക് 3 ക്യാമറ പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. 5MB ബുള്ളറ്റ് ക്യാമറയാണ് ഹിക്വിഷൻ. ഇൻബിൽട്ട് മൈക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ നമുക്ക് സെപ്പറേറ്റ് ഡിവൈസ് ഇല്ലാതെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ മെയിൻ പാർട്ട് നമ്മുടെ DVR തന്നെയാണ്. 7200 സീരീസ് ഹിക്വിഷൻ ന്യൂ മോഡൽ DVR ആണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ് ടു 8MB ക്യാമറാസ് വരെ നമുക്ക് ഈ DVRൽ ലോഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റൽ ബോഡി കൊണ്ടുള്ള DVR ആണ് 7200 സീരീസിൽ വരുന്നത്. അഞ്ച് ക്യാമറയും DVRും അതുപോലെ തന്നെ അതിൻ്റെ ആക്സസറീസും. DVRൽ ഇനീഷ്യലി തന്നെ നമുക്ക് ഹാർഡ് ഡിസ്ക് ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ DVR അഴിച്ച് അതിൽ ലോഡ് ചെയ്യാൻ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ 1 TB ഹാർഡ് ഡിസ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ പവറും ഡാറ്റ കേബിളും കണക്ട് ചെയ്തതിന് ശേഷം പഴയ പോലെ ക്ലോസ് ചെയ്ത് നമ്മൾ റിസീവിംഗ് എൻഡിൽ കണക്ട് ചെയ്യുന്നതാണ്. ഇതാണ് 5MB ഡോം ക്യാമറ. അത്യാവശ്യം നല്ല ഫിനിഷിങ് ഹിക്വിഷൻ ഇപ്പോൾ അപ്കമിങ് ക്യാമറാസിനും കറൻ്റ്ലി റണ്ണിങ്ങിലുള്ള ക്യാമറാസിനൊക്കെ വളരെയധികം ഭംഗി അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇൻസ്റ്റാളേഷൻ DVR സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CCTV റാക്ക് വെച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഫിനിഷിങ് CCTVക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ വീട്ടിലുള്ള വൈഫൈ ഡിവൈസിനെ നമ്മുടെ DVRുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു വൈഫൈ റൂട്ടർ വേണം. ടെൻഡയാണ് ഇവിടെ വൈഫൈ റിപ്പീറ്ററായിട്ട് ഞങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം കേരളത്തിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു റിപ്പീറ്ററാണ് ടെൻഡ. അത്യാവശ്യം നല്ല കാണാനും നല്ല ക്വാളിറ്റിയോടെ നല്ല വൈറ്റ് ഫിനിഷിങ്ങിലാണ് ടെൻഡ വന്നിട്ടുള്ളത്. അതിൻ്റെ ഡാറ്റ കേബിളും അഡാപ്റ്ററും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കോൺഫിഗറേഷൻ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് പാസ്വേഡെല്ലാം ചോദിച്ച് നമ്മളതിൻ്റെ പാസ്വേഡ് അടിച്ചതിന് ശേഷം ഒരു പാറ്റേൺ ചോദിക്കുന്നതാണ്. അപ്പോൾ നമ്മളൊരു പാറ്റേൺ കൊടുക്കണം. ഫോണിലെ പോലെ തന്നെയാണ്. കൺഫർമേഷൻ ഒന്നും കൂടെ കൊടുക്കേണ്ടി വരും. അതിനുശേഷം ടൈം സോൺ 5:30 സെലക്ട് ചെയ്യണം. ഡേറ്റ് ഫോർമാറ്റ് ഡേ, മന്ത്, ഇയർ എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. സിസ്റ്റം ഡേറ്റ് മിക്കവാറും അന്നത്തെ ഡേറ്റ് അതിൽ കാണിക്കുന്നതാണ്. ഇല്ലെങ്കിൽ അന്നത്തെ ഡേറ്റ് അതിൽ എൻറ്റർ ചെയ്യുക. അതിനുശേഷം ടൈം കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യുക. ഡേറ്റ് ആൻഡ് ടൈം കറക്റ്റായിട്ട് എൻറ്റർ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക്
പ്രോബ്ലം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡേറ്റും ടൈമും. അതിൻ്റെ കൂടെ എനാബിൾ വിസാർഡ് എന്ന് പറഞ്ഞ ലെഫ്റ്റ് സൈഡ് താഴെ ഒരു കോളം ഉണ്ട്. അത് എന്തായാലും നമ്മൾ അൺടിക്ക് ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ടൈം ഇത് DVR ഓഫായി ഓൺ ആവുന്ന സമയത്ത് ഇതേപോലെ വീണ്ടും നമുക്ക് വിസാർഡ് ഓപ്പണായി വരികയും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് അടിച്ച് അതിനെ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനുശേഷം വരുന്ന നെറ്റ്വർക്ക് സെറ്റപ്പിൽ നമ്മളൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ടതില്ല. നെക്സ്റ്റ് അടിച്ച് നമ്മൾ അടുത്ത പേജിലേക്ക് പോവുക. അതിനുശേഷം ഹാർഡ് ഡിസ്ക്കാണ്. ഹാർഡ് ഡിസ്കിൽ നമ്മൾ കോളത്തിൽ ടിക്ക് ചെയ്ത് ഇനീഷ്യലൈസ് ചെയ്യണം. അപ്പോൾ മാത്രമേ നമുക്ക് ഫ്രീ സ്പേസ് ആയിട്ട് അതിൻ്റെ സ്റ്റോറേജ് അലൊക്കേറ്റ് ചെയ്ത് കിട്ടത്തുള്ളൂ. അതിലോ ഇനീഷ്യലൈസിലോ ഒക്കെ അടിക്കുക. കുറച്ച് സമയത്തിന് ശേഷം ഫ്രീ സ്പേസ് എന്ന സ്ഥലത്ത് നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ സ്റ്റോറേജ് കാണിക്കുന്നതാണ്. സ്റ്റോറേജ് വന്നിട്ടുണ്ട്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം വീണ്ടും നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറാസ് എല്ലാം ഓണായി. 5 ക്യാമറാസും കംപ്ലയിൻസ് ഒന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകൾ ഈ രീതിയിൽ കോൺഫിഗറേഷൻ ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. 5 മെഗാ പിക്സൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഹിക്വിഷൻ്റെ ബ്രാൻഡ് തന്നെ ഉപയോഗിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.